എല്ലാം കുക്ക് ചെയ്ത് വെച്ചാ? തേങ്ങ അരച്ചുണ്ടാക്കാൻ പറഞ്ഞ ഇത് ചിരട്ട അടക്കം കൊണ്ടുവച്ചേക്കണം. ഗൗരി, എന്തോന്നടേ എല്ലാം കൂടെ പച്ചക്ക് കൊണ്ടുവച്ചേക്കണ? കുക്ക് ചെയ്യണില്ല ഒന്നും. ഇങ്ങനെ കഴിക്കാണ്, ഇങ്ങനെ കഴിക്കാനാന്ന്. ഹലോ, എന്ത് എല്ലാം കൂടെ കൊണ്ടിങ്ങനെ കൊണ്ടുവച്ചേക്കണം. അങ്ങോട്ട് ചൂടാവണ്ട, ഞാനാ വെച്ചേ. ആണോ? ഇവിടെ ഗ്യാസ് ഇല്ലാതെ കുക്ക് ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടില്ല. ഗ്യാസ് ഇല്ലേ? ഗ്യാസ് ബുക്ക് ചെയ്യാൻ നിന്നോട്ടല്ലേട്ടാ ഞാൻ പറഞ്ഞത്. ചേച്ചി അളിയൻ്റെ അടുത്തും പറയുന്നുണ്ടായിരുന്നല്ല. എൻ്റെ അടുത്ത് പറഞ്ഞു മടുത്തിട്ടാണല്ലോ നിന്നോട് പറഞ്ഞത്. ഞാൻ ചേച്ചി അളിയൻ ബുക്ക് ചെയ്താണ്, ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു ഒന്നൂടെ. ഞാൻ പിന്നെയും പറഞ്ഞല്ലോ, ഇന്നലെയും പറഞ്ഞല്ലോ ബുക്ക് ചെയ്തോന്ന് ഞാൻ ചോദിച്ചായിരുന്നല്ലോ. ചേടാ, ഇപ്പൊ ഗ്യാസ് ഇല്ല. എന്ത് ചെയ്യും? ഞാൻ എവിടെ നിന്നെങ്കിലും ഒപ്പിച്ചോണ്ട് വരാം. എവിടെന്ന്? ഞാൻ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഗ്യാസ് കൊണ്ടേ വരുള്ളൂ. നീ ഓടിച്ചെല്ലുമ്പോ അവിടെ ഗ്യാസ് വരാണ്ട് നിന്റെ അമ്മായിയപ്പനല്ല അവിടെ ഇരിക്കണേ. ഓ, അതെന്റെ അച്ഛനാ. സോറി കേട്ടോ, ആ ഫ്ലോയിൽ അത് പറഞ്ഞു പോയതാണ്. ചേച്ചിയും കൊള്ളാം, ഭാര്യയും കൊള്ളാം. ഞാനേ ബുക്ക് ചെയ്ത് ഗ്യാസും കൊണ്ടേ വരുള്ളൂ. ഓക്കെ, എന്നിട്ട് വല്ലതും കഴിക്കുള്ളൂ. ശ്രീ ഗ്യാസ് കൊണ്ടുവന്നിട്ട് വല്ലതും കഴിച്ചാൽ മതി. പക്ഷെ നമ്മളാരോ ഡിജിറ്റലാണ്, ഡിജിറ്റൽ. ബുക്ക് ചെയ്യുന്നു, അപ്പൊ തന്നെ കിട്ടുന്നു, കൊണ്ടുവരുന്നു. ഓക്കെ. ഓ, തൊണ്ടയ്ക്കേ ഭയങ്കര കരിയരിപ്പ്. ഇത് ഗാർഗിൾ ചെയ്യാൻ ചൂടുവെള്ളത്തില് ഉപ്പ് മാത്രം ഇട്ടാ മതിയാ, അതോ മഞ്ഞപ്പൊടി ഉണ്ടോ? രണ്ടും ഇട്ടോ കുഴപ്പമില്ല, പക്ഷെ വെള്ളം വെയിലത്ത് വെച്ച് ചൂടാക്കേണ്ടി വരും. അന്നാ ഗ്യാസ് ഇല്ലേ? അതല്ലേ ഇവിടെ ഇത്ര നേരം പറഞ്ഞിരുന്നേ, കിടന്ന് പോത്തോലെ ഉറങ്ങിയാ പോരാ, ഉച്ചയായി എണീക്ക്. അതായത് ഇപ്പൊ ചൂടുവെള്ളത്തിൽ ഞാനിപ്പോ എന്ത് ചെയ്യും? ഇവിടെ ഗ്യാസ് കൊണ്ടുവരട്ടെ. നിന്റെ മാമൻ്റെ അടുത്ത് ഞാൻ ബുക്ക് ചെയ്യാൻ പറഞ്ഞതേ, ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല. അതൊന്ന് സെറ്റ് ചെയ്ത്, എനിക്ക് ഭയങ്കര തൊണ്ടവേദന എടുക്കണു. എന്റെ തൊണ്ടവേദന മാറാനേ ഒരു ഐഡിയ മാമൻ പറഞ്ഞു തരട്ടാ. മരുന്ന് കഴിക്കാന്ന് എന്നെ കൊണ്ടുപോയി. മരുന്നും കഴിക്കണ്ട, വായിട്ടെല്ലപ്പം നിർത്തുവോ? കൊള്ള കാര്യം, സത്യം. അമ്മ ഒന്നും മിണ്ടായിരുന്നേ. അത് ഇതാണ് കുഴപ്പം, ഇതങ്ങ് നിർത്തിയാ മതി. എനിക്ക് അറിഞ്ഞൂടേ. കൊറേ പ്രാവശ്യം വിളിച്ച്, ഒരു പ്രാവശ്യം എടുത്തിട്ട് പറയല്ലേ ഇനി വിളിച്ച് ശല്യം ചെയ്യല്ലെന്ന്. വിളിച്ച് ശല്യം ചെല്ലുന്ന ഫുഡ് എവിടെ? ഫുഡ് വാങ്ങിച്ചില്ലടാ, ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിന്റെ തിരക്കില്ലേ ഫുഡ് വാങ്ങിക്കാൻ വിട്ടുപോയി. അപ്പൊ ഗ്യാസ് എവിടെ? ഗ്യാസ് കിട്ടിയില്ല. ഗ്യാസ് കൊണ്ടുവന്നിട്ടേ ഫുഡ് ഉണ്ടാക്കി കഴിക്കുള്ളൂ എന്നുള്ള വാശിയിലും കൂടെയാണ് ഞാൻ. കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറും മാമ. കുഴപ്പമില്ല മാമ. എന്തെങ്കിലും ഓർഡർ ചെയ്ത് കൂടെ? എനിക്കങ്ങ് വയ്യ, നിങ്ങൾ ഓർഡർ ചെയ്തോട്. നീ കൂടെ ഓർഡർ ചെയ്ത് കഴി. ഞാൻ ഫുഡ് കഴിക്കണില്ല, ഗ്യാസ് കൊണ്ടുവന്നിട്ടേ ഞാൻ ഫുഡ് കഴിക്കണുള്ളൂ. വാശി തന്നെ. ഞാൻ കുറച്ച് ഗ്യാസ് കൊണ്ടുവന്നിട്ടുണ്ട്, അതിലും മതിയാ. ഇത് മാമ ഈ സമയത്ത് തമാശ പറയാ, വിശക്കണ്. ഫുഡ് ഓർഡർ ചെയ്യാൻ ഇങ്ങോട്ട്. നീ ഫോൺ ഇങ്ങോട്ട്. എനിക്കൊന്നും വയ്യ, എന്റെ ഫോൺ തരൂല. തരൂലേ? ഇല്ല. എന്റെ ഫോണുടെ അകത്ത് ചാർജിന് വെച്ചേക്കും. നമുക്ക് പോയി എടുത്തിട്ടാടാ. ഞാനൊന്നും എടുക്കൂല, മാമൻ ഓർഡർ ചെയ്യും. പോയി എടുത്തിട്ട് വെച്ചാ മൊബൈല്. മാമൻ ഓർഡർ ചെയ്യാൻ. ഓർഡർ ചെയ്ത് തന്നെ മൊബൈൽ കൊണ്ടുവരാൻ പറഞ്ഞു. പോകൂലേ? എന്താണ് ഗ്യാസ് കിട്ടിയാ? കയ്യിലെന്തേ ഫുഡാണോ? ബിരിയാണി. പാറു വന്നാലേക്ക് അവർ ഒറ്റയ്ക്കല്ല. അമ്മായി എന്തേ ഗ്യാസ് കിട്ടിയാന്ന്? ഗ്യാസ് ഫുള്ളും പോയിരിക്കണം. ഗ്യാസ് മുന്നേ പോയിരിക്കണം. എന്തായാലും ഗ്യാസ് കിട്ടിയില്ലേ? എന്തിനു വന്ന് ഇങ്ങനെ ഇരിക്കണത്? ഗ്യാസ് ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞു പോയതല്ലേ? ഇനി എന്താ പരിപാടി? എന്നാ പോയി ബിരിയാണി കഴിക്കും, പോയി കഴിക്കടാ. ഗ്യാസ് കിട്ടിയിട്ട് ഇവിടെ വന്ന് കുക്ക് ചെയ്തിട്ടേ ഞാൻ കഴിക്കുള്ളൂ. അതിന്റെ വാശിയാണ്. അപ്പൊ വയറ്റിൽ ഗ്യാസ് കയറുമല്ലോ. കയറിയിരിക്കാൻ